വിവാദങ്ങൾക്കിടെ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ജില്ലാ കമ്മിറ്റി മുന്നംഗം മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾക്കിടെയാണ് യോഗം ചേരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. മനു തോമസിന്റെ വെളിപ്പെടുത്തൽ സിപിഎമ്മിനെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. സിപിഎം നേതാക്കൾക്ക് മാഫിയ ബന്ധം ആരോപിച്ച കളക്ടറേറ്റിന് മുന്നിൽ ജനകീയ സദസ്സ് സംഘടിപ്പിക്കും. അനീഷ് കുമാർ ഇപ്പോൾ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. എന്തായാലും ഈ വിഷയം വലിയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. മനു തോമസിന്റെ ആ വെളിപ്പെടുത്തലുകൾ അത് ഏറ്റെടുത്തുകൊണ്ട് ജനകീയ പ്രക്ഷോഭത്തിന് ഉൾപ്പെടെ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്നാണ് മനസ്സിലാകുന്നത്. ജില്ലാ കമ്മിറ്റി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുമ്പോൾ ഏത് രീതിയിൽ ഈ വിഷയം ചർച്ചയാകും എന്നുള്ളതാണ്. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഏത് രീതിയിലാണ് സിപിഎം ഇതിനെ പ്രതിരോധിക്കുക? അശ്വതി, കണ്ണൂർ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും സിപിഎം രാഷ്ട്രീയത്തെ കലാപകലുഷിതമാക്കിയാണ് മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് മനു തോമസ് പി ജയരാജൻ പോരാട്ടം എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വരികയാണ്. മനു തോമസ് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി ജയരാജനെതിരായ താൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില കൊട്ടേഷൻ പാറമട മാഫിയ സ്വർണ്ണക്കടത്തുകാരാണ് തനിക്കെതിരെ കൊലവിളിയുമായി രംഗത്തെത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടിയിൽ അനഭിമതമായ പല പ്രവർത്തനങ്ങളും ഈ പി ജയരാജൻ നടത്തുന്നു. റെഡ് ആർമി പോലുള്ള ഫേസ്ബുക്ക് പേജുകളെ സജീവമാക്കി നിർത്തുന്നു. ഇതിന്റെ ചുമതല ജയരാജന്റെ മകൻ ജെയിൻ രാജനാണ്. ഒപ്പം സോഷ്യൽ മീഡിയയിലൂടെ അർജുൻ ആയങ്കി പോലുള്ള ആളുകൾ തനിക്കെതിരെ ആരോപണവുമായി മുന്നോട്ട് വരുന്നു. തനിക്ക് കൊലവിളി ഭീഷണിയുമായി ആകാശ് തെലുങ്കേരിമാരെ പോലുള്ള കൊട്ടേഷൻ മാഫിയ പ്രവർത്തകർ എത്തുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ്. സൂപ്പർ ജില്ലാ സെക്രട്ടറി ചമയുന്നതിനുള്ള ഒരു നീക്കമാണ് ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്നടക്കമുള്ള വളരെ നിശിതമായ വിമർശനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പാറവടി ക്വാറി മാഫിയയ്ക്ക് വേണ്ടി ഒരു ലോക്കൽ സെക്രട്ടറിയെ തന്നെ ജയരാജൻ സൃഷ്ടിച്ചു എന്നും പറയുന്നു. പക്ഷേ ഈ ജയരാജനും ഈ ആകാശ് തെലുങ്കേരിക്കും അടക്കമുള്ള അല്ലെങ്കിൽ ജെയിൻ രാജനും അർജുനായങ്കിക്കുമെതിരെ രംഗത്തെത്തുമ്പോഴും പാർട്ടിയെ പൂർണ്ണമായി തള്ളിപ്പറയാൻ ഈ ഘട്ടത്തിലും മനു തയ്യാറായിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. കാരണം പാർട്ടിയുടെ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചില പ്രവർത്തനങ്ങളിലേക്ക് ജയരാജൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം നീങ്ങുകയാണ്. പാർട്ടി ബന്ധങ്ങൾ പലപ്പോഴും ഇവർക്ക് തുണയാവുന്നുണ്ട്. ഉഞ്ചിയം പോലുള്ള കൊലപാതകങ്ങൾ അത് വിപ്ലവമല്ല, വിപ്ലവ വൈകൃതമാണ് എന്ന രീതിയിലുള്ള തുറന്നടിക്കും അദ്ദേഹം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പ്രതിപക്ഷത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും BJPയും കോൺഗ്രസും ഒക്കെ ഇതിനെ വലിയ തോതിൽ ഈ മനുവിൻ്റെ പ്രസ്താവനകളെ സ്വാഗതം ചെയ്യുന്നു. അവർ പറയുന്നത് പല അന്വേഷണം നടക്കുന്ന പല കൊലപാതക കുറ്റങ്ങളെക്കുറിച്ചും കൂടുതൽ അന്വേഷണം വേണമെന്നാണ്. ജയരാജനൊക്കെ ഈ വധത്തിൽ കൃത്യമായി പങ്കുണ്ടെന്ന ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പം DYFI നേതാക്കളുമൊക്കെയായി ബന്ധപ്പെട്ടും നേരത്തെ മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ പലതും തെളിയുകയാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്തായാലും കോൺഗ്രസ് മനുവിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയുടെ അബ്ദുള്ളക്കുട്ടി BJPയിലേക്ക് മനുവിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ രണ്ട് പാർട്ടികളും ഈ തങ്ങളുടെ മുന്നണിയിലേക്ക് വരിക എന്ന ഒരു സന്ദേശമാണ് നൽകുന്നത്. പക്ഷേ താനിപ്പോൾ സ്വതന്ത്രമായാണ് നിൽക്കുന്നത്. താൻ സ്വതന്ത്രമായ ചില നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ട് മറ്റെവിടേക്കെങ്കിലും ചേരുമോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല. താൻ തൽക്കാലം സ്വതന്ത്രമായി നിന്ന് കാര്യങ്ങൾ പറയട്ടെ എന്നാണ് മനു തോമസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെ വളരെ കരുതലോടുകൂടിയാവും ഇന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ യോഗം കൈകാര്യം ചെയ്യുക. കാരണം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പലതരത്തിലുള്ള തെളിവുകളും അല്ലെങ്കിൽ പാർട്ടിയിലെ ചില വ്യക്തികളെ പ്രതിസന്ധിയിലാക്കുന്ന പല തെളിവുകളും തൻ്റെ പക്കലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് പാർട്ടിയോട് ഏറെ അടുത്ത് നിന്നയാൾ, പാർട്ടി യുവജന സംഘടനയായ DYFIയുടെ പ്രധാന ഭാരവാഹിയായിരുന്നയാൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ വലിയ സ്വീകാര്യത ഉണ്ടാകും. അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് ആയുധങ്ങൾ ഇതിലുണ്ടാകും എന്നൊരു വിലയിരുത്തൽ CPMനുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലടക്കം കനത്ത തോൽവിയാണ്. പാർട്ടി കോട്ടകളിൽ പോലും വലിയ വിള്ളൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. അതുകൊണ്ട് നിലവിലുണ്ടായിരിക്കുന്ന പാർട്ടിക്കുണ്ടായിരിക്കുന്ന മുറിവ് അത് വ്രണമാക്കി മാറ്റി വഷളാക്കാൻ CPM ഉദ്ദേശിക്കില്ല എന്നാണ് നമുക്ക് കരുതേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സംബന്ധിച്ച കൃത്യമായ ചർച്ച പാർട്ടികളിൽ ഉണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുകയും
പങ്കെടുക്കുകയോ പാർട്ടി ഇടുന്ന പരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സ്ഥാനത്ത് നിന്നും നീക്കിയതെന്നാണ് നേരത്തെ വിശദീകരണം വന്നത്. എന്നാൽ അത് കഴിഞ്ഞ് പിന്നീട് ഒരു പടി കൂടെ കടന്നാണ് ഇ.പി. ജയരാജൻ അടക്കമുള്ള ആരോപണങ്ങളുമായി ഈ രംഗത്തെത്തിയത്. അദ്ദേഹത്തിന്റെ വ്യവസായ സംരംഭങ്ങൾ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം ചെയ്യുന്നില്ല. ഒരു വിപ്ലവകാരിയുടെ പതനമാണ്, ആ പതനമാണ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയെ തള്ളിപ്പറയാതെയും ചില വ്യക്തികളെ മാത്രം തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാവും ഇന്നത്തെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് നിർണായകമായി മാറുന്നത്. അനീഷ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മനു തോമസിന്റെ ആരോപണങ്ങൾക്കപ്പുറം തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് പറയുമ്പോൾ ആ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനമായി വരുന്ന കാര്യം അത് സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ അതൊക്കെ ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തെളിവ് തന്റെ പക്കലുണ്ട് എന്ന് പറയുമ്പോൾ അത് അന്വേഷണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ് അനീഷ്? അത്തരത്തിലെ ചില അന്വേഷണത്തിനുള്ള ആവശ്യങ്ങൾ കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നുമൊക്കെ ഉയരുന്നുണ്ട്. അത്തരം അന്വേഷണത്തിലേക്ക് നീങ്ങുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. കാരണം ഈ മനു തോമസിനൊരു രാഷ്ട്രീയ സുരക്ഷ നൽകണമെന്ന ആവശ്യം ഇതിനകം തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ മനു തോമസിന്റെ ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണം. പ്രത്യേകിച്ചും CPMലെ കണ്ണൂർ ഘടകത്തിലെ DYFയിലൊക്കെ നേതാക്കൾ ഈ സ്വർണ്ണ പൊട്ടിക്കലുകാരുമായും കള്ളക്കടത്തുകാരുമായും ഒക്കെ ബന്ധപ്പെട്ട് വരുന്നു എന്ന ആരോപണം തങ്ങൾ ഏറെ നാളായി മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഒപ്പം കൊലപാതക കേസുകളിൽ CPM നേതാക്കളുടെ പങ്ക് സംബന്ധിച്ചുള്ള ആരോപണങ്ങളും തങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ അക്കാര്യങ്ങളൊന്നും സമഗ്രമായിട്ട് അന്വേഷണം നേരത്തെ ഉണ്ടായില്ല. അതുകൊണ്ട് കണ്ണൂർ മാഫിയ അല്ലെങ്കിൽ കണ്ണൂർ ലോബി എങ്ങനെ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം മറയാക്കുന്നു എന്നത് സംബന്ധിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചാണ്. ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഒരുപക്ഷെ ഇത്തരം ആവശ്യങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് കണ്ണൂർ കളക്ടറേറ്റിൽ ഒരു ജനകീയ സദസ്സ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. മനു തോമസ് ഇതുവരെ പുറത്തുവിട്ട കാര്യങ്ങളും ഇനി പുറത്തുവരാൻ സാധ്യതയുള്ള കാര്യങ്ങളും നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളിൽ മനു തോമസിന്റെ വിശദീകരണം ഇത്തരം കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു തുറന്നു പറച്ചിൽ ജനങ്ങളോട് നടത്തുകയാണ് ആദ്യപടിയായി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ ക്യാമ്പയിനായി കണ്ണൂരിൽ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം പാർട്ടി കോട്ടകളിൽ പോലും പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ വിള്ളൽ ഫലപ്രദമായി വിനിയോഗിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതടക്കമുള്ള നിയമ നടപടികളുമായി വരും ദിനങ്ങളിൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മറുവശത്ത് ഈ ED പോലുള്ള ഏജൻസികളെ CBI പോലുള്ള ഏജൻസികളെ നിലവിലുള്ള കേസുകളുമായും പുതിയ കേസുകളുമായും കൂട്ടിക്കെട്ടാനാവും BJPയുടെ ശ്രമം ഉണ്ടാവുക. കാരണം BJPക്കും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി തന്നെ കഴിഞ്ഞിരുന്നു. കണ്ണൂരിൽ എന്നും CPMുമായി കൊണ്ടും കൊടുത്തും പോകുന്ന കോൺഗ്രസ്സാണ് പ്രധാന പ്രതിപക്ഷമെങ്കിലും പരസ്പരം ഏറ്റുമുട്ടലുകൾ അധികമുണ്ടാകുന്നത് CPMുമായാണ്. അതുകൊണ്ട് ഈ തുറന്നു പറച്ചിലുകൾ ഒരു നിയമ നടപടികളിലേക്കും ആ വഴി ഒരു വോട്ട് ബാങ്ക് തട്ടിയെടുക്കലിലേക്കും നീക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കണ്ണൂരിൽ BJPയും ഉള്ളത്. എന്തായാലും രണ്ട് പാർട്ടികളും ഇത് രണ്ട് തരത്തിൽ ഉപയോഗിക്കുമെന്നത് ഉറപ്പാണ്. അശ്വതി. ശരി അനീഷ്, എന്തായാലും ഏത് രീതിയിലാണ് ഈ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ അത് പാർട്ടിയെ ബാധിക്കുക, ഏത് രീതിയിൽ അതിന് മറുപടി നൽകുമെന്നൊക്കെയുള്ളത് നമുക്ക് വരും മണിക്കൂറിൽ കാത്തിരുന്ന് കാണാം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ